ഹലോ ഗായ്സ്, ഇതൊരു ബീച്ച് ബ്ലോഗാണ്. ഞാനും ചേട്ടനും പണ്ടപ്പോഴും എടുത്തു വെച്ച വീഡിയോ ആണിത്. ഞങ്ങളെപ്പോഴും ബീച്ചിൽ വരുമ്പോൾ ചേട്ടൻ എന്റെ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ആയിട്ട് പകർത്തി വെക്കും. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പ്രാവ് ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ചുമ്മാ അതിന്റെ പിറക്കെ ഓടി സമയം കളഞ്ഞു. അതിനെ പിടിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഈ കുട്ടികൾ വിചാരിക്കും, അയ്യേ ഈ പെണ്ണിന് പ്രാന്താണെന്ന്, ചുമ്മാ സമയം പോണ്ടേ. അങ്ങനെ കുറെ നേരം കടലൊക്കെ ഇങ്ങനെ വായി നോക്കി നിന്നു. നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമല്ലേ. കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഓടിപ്പോയി. അപ്പോഴാണ് ഇതൊന്നും അറിയാതെ നല്ല സമാധാനമായിട്ട് കാറ്റൊക്കെ കൊണ്ട് ഒരാൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടത്. വേറെ ആരുമല്ല, നമ്മുടെ പട്ടിക്കുട്ടനായിരുന്നു. ഇത് വല്ലതും അറിയുന്നുണ്ടോ ഇവിടെ നടക്കുന്നത്? എന്ത് സുഖമായിട്ടാണ് ഉറങ്ങുന്നതെന്ന് നോക്കേ. അങ്ങനെ ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോഴാണ് പട്ടങ്ങൾ ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടത്. ഇത് കണ്ടപ്പോൾ നമ്മൾ പണ്ട് ന്യൂസ് പേപ്പറൊക്കെ ഉപയോഗിച്ച് പട്ടമൊക്കെ ഉണ്ടാക്കി പറത്തിയതൊക്കെ ഓർമ്മ വന്നു. എനിക്കാണെങ്കിൽ പുറത്തിറങ്ങിയ അപ്പ വിശക്കും. ഞാൻ എനിക്ക് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു നോക്കി. ചേട്ടനാണെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള മസാലക്കട മേടിക്കാനായിട്ട് പോയി. ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്തതേ ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പോയി നോക്കി. അപ്പോഴാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടത്. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, കൈതച്ചക്കയൊക്കെ ഇരിക്കുന്നു. ഞാൻ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങി കഴിച്ചു. പെട്ടെന്നാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളിപ്പാട്ടം കണ്ടു കേട്ടോ. കളിപ്പാട്ടങ്ങൾ എന്റെ വീക്ക്നെസ് ആണ്. പണ്ടേ വാങ്ങിച്ചില്ലെങ്കിലും ചുമ്മാ എല്ലാം പോയി ഇങ്ങനെ നോക്കും കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും എന്തോ കളിപ്പാട്ടം, എനിക്കതൊന്നും മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നുപോയി. അപ്പോഴാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ പഴയകാല മിഠായികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അങ്ങനെ തിരിച്ചു വന്ന് അതൊക്കെ നോക്കി. നമ്മുടെ പുളിമുട്ടായി, പമ്പര മിഠായി, സിഗരറ്റ് മിഠായി, കോലുമിഠായി എല്ലാം ഉണ്ടായിരുന്നു. ഞാനും ചേട്ടനും പുളിമുട്ടായിയുടെ ഫാനാണ്. ഞങ്ങൾ കുറച്ച് പുളിമുട്ടായി ഒക്കെ വാങ്ങിച്ച് അങ്ങോട്ട് കഴിച്ചു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 1 രൂപയ്ക്കും 2 രൂപയ്ക്കൊക്കെ ലീലാമ്മയുടെ കടയിൽ പോയി ഇതൊക്കെ വാങ്ങി തിന്നതൊക്കെ ഓർമ്മ വന്നു. അതൊക്കെ നല്ലൊരു കാലമായിരുന്നു അല്ലേ. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ കുറച്ച് മുട്ടായൊക്കെ വാരി എടുത്തു. അങ്ങനെ അതൊക്കെ വാങ്ങി കുറച്ചു നേരം കടലിലൊക്കെ പോയി കളിച്ച് കാലൊക്കെ നനച്ച് ചേട്ടനോട് കുറെ വർത്താനമൊക്കെ പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ പണ്ട് ചേട്ടൻ എന്നെ ബീച്ചിൽ കൊണ്ടുവന്നതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ അറബിക്കടലിനെ നോക്കി നിൽക്കുന്ന സുന്ദരിയായ മത്സ്യകന്യക്ക് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് പോയി. എനിക്ക് വട്ടാണെന്നൊന്നും ആരും വിചാരിക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.